രൗദ്രം. താന്തോന്നി ഡോക്ടറുടെ വേലക്കാരി ഭാര്യ. ഈ കാണുന്ന ചെക്ക് ബുക്കിൽ നിന്നും നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം. എന്റെ ജീവിതത്തിൽ ഒരു ഭാര്യയായി കയറിക്കളിക്കാൻ വരരുത്. കാരണം ഈ ജന്മത്ത് നിന്നെപ്പോലൊരു അടുക്കളക്കാരിയെ എനിക്കെന്റെ ഭാര്യയായി കാണാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ ഉള്ള ഈ കല്യാണം അതെന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാനും പറയാനും ഒന്നുമായി നിൽക്കണ്ട. അല്ലെങ്കിലും നിന്നെപ്പോലുള്ളവർക്ക് കാശല്ലേ വേണ്ടത്. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്റെ കയ്യിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് വേണ്ട പൈസ എഴുതിയെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ അമ്മയോട് പോയി പറ, നിനക്കെന്നെ കെട്ടാൻ താല്പര്യമാണെന്ന്. ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം അവളെ നോക്കിക്കൊണ്ട് വായിലേക്ക് ഒഴിച്ചവൻ അവളുടെ അടുത്ത് നിന്ന് നടന്നു എന്നതും കുറച്ചു മുന്നേ ദൂരെ കണ്ട നിഴൽ രൂപം തന്റെ അടുത്തേക്ക് വരുന്ന കണ്ട് ഭയന്നവൾ ഭിത്തിയിലേക്ക് പോയി ഇടിച്ചു നിന്നു. ഒന്ന് രണ്ട് നിമിഷത്തിനപ്പുറം തന്നിലേക്ക് ഇതുവരെ ഇരച്ചു കയറിയെത്തിയ എസിയുടെ തണുപ്പ് പെട്ടെന്ന് മറഞ്ഞ പോലെ വന്നതും അവൾക്ക് മനസ്സിലായി അവൻ തന്റെ തൊട്ടു മുന്നിലെത്തിയെന്ന്. പേടികൊണ്ട് ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികൾക്ക് പെട്ടെന്ന് ആക്കം വെച്ചു. അത് പഴയതിലും വേഗം ഒഴുകിയിറങ്ങി വസ്ത്രത്തിനുള്ളിലേക്ക് കടന്ന് അവനോടുള്ള ഭയം എടുത്തു കാണിച്ചു. ഹൃദയമാണെങ്കിൽ ഇനി ഒരു നിമിഷം കൂടി മിടിക്കാൻ വയ്യെന്ന പോലെ മിടിച്ചു പൊട്ടുന്ന ശബ്ദം ചെവിയിൽ തുളച്ചു കയറ്റി. അതൊന്ന് പൊത്തിപ്പിടിക്കാൻ തോന്നിയെങ്കിലും മുന്നിൽ നിൽക്കുന്നവന്റെ ഓർമ്മയിൽ പോലും അവളുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്റെ മുന്നിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്നവളെ ആകെ നോക്കിക്കാണുകയായിരുന്നു അവൻ. തന്നോടുള്ള ഭയം എടുത്തു കാണിക്കും പോലെ അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. എസിയുടെ ഈ തണുപ്പിലും അവളുടെ ശരീരത്ത് ആകെ വിയർപ്പ് തുള്ളികൾ. കണ്ണുകൾ ഇറുക്കി പൂട്ടി അടച്ചെങ്കിലും പരൽമീനിനെ പോലെ പായുന്ന ഗോളങ്ങളിൽ അവളുടെ വെപ്രാളം കാണാൻ പറ്റുന്നു. ഇരു മുഷ്ടികളും ചുരുട്ടി പിടിച്ച് പാവാട ഏതാണ്ട് ചുക്കി ചുളുക്കിയാണ് പെണ്ണിന്റെ നിൽപ്പ് പോലും. ഇനി താനൊരല്പം കൂടി അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നാൽ പെണ്ണ് തലകറങ്ങി വീഴുമെന്ന് ഉറപ്പ്. അവന്റെ ചുണ്ടിനറ്റത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ അവളെ ഒന്നുകൂടി നോക്കി. ഇത്രയും അടുത്തു വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അറിയാം തന്റെ നെഞ്ചിനും താഴെയാണ് പെണ്ണിന്റെ പൊക്കമെന്ന്. പേടിച്ചു നിൽക്കുന്നത് കൊണ്ടാകും സ്വതവേയുള്ള വെള്ള നിറം ഇന്നിപ്പോ ചുവന്ന് ആ മൂക്കിൻ തുമ്പൊക്കെ ചെഞ്ചോപ്പിൽ തിളങ്ങുന്നുണ്ട്. അവനാകെ ദേഷ്യം ഇരച്ചു കയറി. 6 അടിയിലും പൊക്കമുള്ള തനിക്ക് തന്റെ പകുതിയിൽ താഴെ ഒരു പെണ്ണ്, അതും ഉണ്ടച്ചക്ക പോലെ. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ലിവിൻ റിലേഷൻഷിപ്പിനോടാണ് താല്പര്യം. അതാകുമ്പോൾ കമ്മിറ്റ്മെന്റ്സും ഇല്ല, ചോദ്യോത്തരങ്ങളില്ല, തന്റെ സ്വാതന്ത്ര്യങ്ങളിൽ ആരുടെയും ബന്ധനങ്ങളുമില്ല. തനിക്ക് തന്റെ രീതിയിൽ തോന്നും പോലെ അങ്ങ് ജീവിക്കാം. ഇനിയിപ്പോ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ തന്റെ സ്റ്റാറ്റസിനും സൗന്ദര്യത്തിനും പറ്റിയ ഏതെങ്കിലും ഒരുവളായിരിക്കണമെന്ന് നിർബന്ധവുമായിരുന്നു. അവിടെയാണ് ഇപ്പോ അമ്മ തന്റെ സെന്റിമെന്റ്സിൽ കയറി പിടിച്ചുകൊണ്ട് കല്യാണത്തിന് നിർബന്ധിക്കുന്നത്. അതും ഈ വീട്ടിലെ വേലക്കാരിയെ തന്നെ. അവന് ദേഷ്യമടക്കാൻ കഴിയാതെ കയ്യിലിരുന്ന ഗ്ലാസ് ചുവരിൽ ശബ്ദത്തിൽ പൊട്ടി വീഴുന്നത് അത്രയും പേടിയിലും അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഇനിയിപ്പൊ ആരുടെ അമ്മയെ കെട്ടിക്കാൻ വേണ്ടി നിൽക്കുവാടി, ഇറങ്ങി പൊക്കൂടെ. പേടിച്ച് താഴെ വീഴുമെന്ന പോലെ നിന്നവൾക്ക് നേരെ ഒരൊറ്റ ചാട്ടത്തിലവൻ അലറുമ്പോൾ പെണ്ണിന് അവിടെ നിന്നും എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിയുന്നില്ല. കൈയും കാലും തണുത്തുറഞ്ഞ പോലെ ശരീരം അവിടെ ഒട്ടി നിൽക്കുകയാണ്. എന്താടി നിനക്ക്? മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതോ ഇപ്പോഴേ എന്റെ പട്ടമഹിഷിയായി ഈ മുറിയിൽ എനിക്ക് വേണ്ടി കിടന്നു തരാനാണോ നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? അവളുടെ ചെവിക്കീഴിലേക്ക് ചെന്ന് മുരളും പോലെ ചോദിച്ചതും അവൾ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ മിഴികൾ വെട്ടിത്തുറന്നു. മദ്യത്തിന്റെ രൂക്ഷഗന്ധവും ചെവിയിലേക്ക് വന്നു തട്ടുന്ന അവന്റെ നിശ്വാസവും. തന്റെ നെഞ്ചിൽ തട്ടി നിന്ന അവനെ പെണ്ണ് ഭയത്താൽ പിന്നിലേക്ക് പിടിച്ചു തള്ളി. അത്യാവശ്യം നന്നായി കഴിച്ചതുകൊണ്ട് തന്നെ അവൻ പിന്നിലേക്ക് വേച്ചും പോയി. ആ ഒരു ഗ്യാപ്പിൽ ഇറങ്ങി ഓടാൻ തുടങ്ങിയവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി അവൻ ഭിത്തിയിലേക്ക് അവളെ ഇടിച്ചു നിർത്തി. എന്നെ തള്ളിയിട്ട് ഓടാൻ നോക്കുന്നൊരു പന്ന മോളെ. അവളുടെ കൈത്തണ്ടയെ ഞെരിച്ച് കൂടുതൽ പെണ്ണിലേക്ക് ശരീരം അമർത്തിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ വേദനയിൽ അലറിക്കരഞ്ഞുപോയി. ശബ്ദമെങ്ങാനും പുറത്ത് കേട്ടാൽ. അവളുടെ ഇടതു കൈകൊണ്ട് ആ വായ തന്നെ പൊത്തിപ്പിടിപ്പിച്ചവൻ വീണ്ടും പെണ്ണിന് നേരെ ശബ്ദം താഴ്ത്തി പല്ലുകടിച്ചു. ശരിയാണ്, അമ്മ താഴെ തന്നെയുണ്ട്. ആളെ വിളിച്ചിട്ട് താൻ മുകളിൽ വരുന്നത് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രദ്ധയും ഇവിടേക്ക് മാത്രമാകും. അത്രയും വേദനയിലും അവൾ തന്റെ വായ പിന്നെയും അമർത്തി പൊത്തി. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. വേലക്കാരിയായി വന്നവൾ അമ്മയെ നോക്കി നിൽക്കാതെ അവരെ പറഞ്ഞു മയക്കി സ്വന്തം മോനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയ നിനക്ക് ഇതൊന്നും ആയിരിക്കില്ല ഇനി മുന്നോട്ടുള്ള എന്റെ ശിക്ഷാ നടപടികൾ.
അനുഭവിപ്പിക്കും നിന്നെ ഞാൻ. ഓരോ നിമിഷവും നീ ചിന്തിക്കും അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ തോന്നിയതിനെ പറ്റി. ഞാൻ ഞാനൊന്നും കണ്ണുനീരോടെ അവള് പറയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഒരൊറ്റ നോട്ടത്തിൽ പെണ്ണ് പെട്ടെന്ന് മിഴികൾ അമർത്തി അടച്ചു. കള്ളികളാണടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇങ്ങനെ നിന്ന് കരയുന്നത്. നീ പിന്നെ അവരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ. നിന്നെ ഞാൻ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ അമ്മയുടെ മുന്നിൽ ഈ നാടകം തുടർന്നോളൂ. ഒക്കെയും കൂടി ഞാൻ തന്നെ പൂട്ടിക്കെട്ടി വെച്ച് തരുന്നുണ്ട് നിന്റെ കയ്യിലേക്ക്. അവൻ മുറുക്കി പിടിച്ചിരുന്ന കൈ അയച്ചുകൊണ്ട് പിന്നിലേക്ക് മാറിയതും പെണ്ണ് പേടിച്ച് ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി. നിക്കടി അവിടെ! പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയവള് അവന്റെ ആ ഗർജനത്തിൽ അനങ്ങാതെ നിന്നു. ഇതിനു വേണ്ടിയല്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? എന്നിട്ടിപ്പോ ഇതങ്ങ് മറന്നുപോയോ? ചെക്ക് ലീഫിൽ ഒരെണ്ണം അവളുടെ കയ്യിലേക്ക് ബലമായി പിടിപ്പിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അവൻ നല്ലോണം പുച്ഛിച്ചു. ഓ, ഇനിയിപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മംഗലത്ത് തറവാട് മൊത്തം കയ്യിൽ കിട്ടാൻ പോവുകയല്ലേ. പുച്ഛം കൊണ്ട് അവന്റെ ചുണ്ട് കോടി. പക്ഷേ നീ കൂടുതൽ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. അങ്ങേയറ്റം വന്നാൽ 1 വർഷം. അതുവരെ നിനക്കിവിടെ സ്ഥാനമുള്ളൂ. അത് പറയുമ്പോൾ മാത്രം അവന്റെ ശബ്ദമൊന്ന് വിങ്ങി. അത്രയും കാലവും പക്ഷെ നീ ഇവിടെ വേലക്കാരി തന്നെയായിരിക്കും. അറിയാതെ പോലും എന്റെ ഭാര്യയാണെന്നെങ്ങാനും നീ ചിന്തിച്ചാൽ. ഒരിക്കൽ കൂടി ആ കയ്യിൽ പിടിച്ചമർത്തി അവളെ വേദനിപ്പിച്ചുകൊണ്ടവൻ ആ മുറിക്ക് പുറത്തേക്ക് അവളെ തള്ളി വാതിലടച്ചു. അവൻ പിടിച്ചു തള്ളിയ ആക്കത്തിൽ മുട്ടിടിച്ചാണ് അവൾ നിലത്തേക്ക് പോയി വീണത്. വേദന കൊണ്ടവൾ കുറച്ചു നേരം അങ്ങനെ നിലത്ത് കിടന്നുപോയി. പിന്നെ ഒരു കൈകൊണ്ട് കൈമുട്ട് താങ്ങി അവൾ മെല്ലെ എഴുന്നേറ്റു. ഇതേ സമയം അകത്തു നിന്നവൻ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചു താഴെയിട്ട് പൊട്ടിച്ച് ദേഷ്യം കാണിക്കുകയായിരുന്നു. അമ്മ അമ്മയാണ് തന്റെ ജീവിതത്തിലെ എല്ലാം. തന്റെ ഒരേ ഒരു വീക്ക് പോയിന്റ്. അമ്മയ്ക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പോലും. ആ അമ്മയാണെന്ന് ക്യാൻസറിന്റെ പിടിയിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അങ്ങനെയൊരു ചിന്തയിൽ പോലും അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഈ കല്യാണം. മറുത്തു പറയാൻ പറ്റില്ല. ഒപ്പം ഇവളെ പോലൊരു വേലക്കാരിയെ തന്റെ പാർട്ണറായി ചിന്തിക്കാനും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നേരത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് അമ്മയെ കാണാനായി മുറിയിലേക്ക് ചൊല്ലുമ്പോൾ പാവം കിടന്ന് കരയുന്നത് കണ്ടത്. വേദനയെങ്ങാനും കൂടിയിട്ടാണോ അമ്മ കരയുന്നതെന്നുള്ള പേടിയിൽ ഓടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ വേലക്കാരിക്ക് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞൂന്ന്. അതായത് താൻ നോ പറയേണ്ട സ്ഥലത്ത് അവൾ കയറി പറഞ്ഞൂന്ന് പോലും. അമ്മയുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന തന്നെ അവൾക്ക് വേണ്ട പോലും. ആ ഒരു ദേഷ്യത്തിൽ താഴെ അടുക്കളയിൽ നിന്ന് അവളെ വലിച്ചു മുറിയിൽ കൊണ്ടുവന്നതാണ്. തനിക്ക് ഇഷ്ടമല്ല ഈ കല്യാണം, എന്നാലും ഈ വിവാഹം നടന്നേ പറ്റൂ. അമ്മയുടെ സന്തോഷമാണ് എല്ലാം. ചുവന്ന കണ്ണുകളുമായി അവൻ കൈമുഷ്ടി പിന്നെയും ചുരുട്ടിപ്പിടിച്ചു. ഇത് മംഗലത്ത് തറവാട്. ആ നാട്ടിലെ തന്നെ ഏറ്റവും പേരുകേട്ട തറവാടാണിത്. അവിടുത്തെ ശങ്കരമേനോന്റെയും ഹേമാവതി അമ്മയുടെയും ഒരേ ഒരു മകനാണ് രുദ്രപ്രതാപ്. വെറും രുദ്രപ്രതാപ് അല്ല, ഡോക്ടർ രുദ്രപ്രതാപ്. 5 കൊല്ലം മുന്നെയാണ് ഒരു ആക്സിഡന്റിൽ ശങ്കരമേനോൻ മരിക്കുന്നത്. അതിനുശേഷം ഹേമാവതി ആകെ തകർന്നു. അത് പൂർണ്ണമായത് 2 വർഷം മുന്നേ അറിഞ്ഞ അമ്മയുടെ ക്യാൻസറിന്റെ വാർത്തയിലായിരുന്നു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ചികിത്സയും കാര്യങ്ങളും എല്ലാം രുദ്രന്റെ മേൽനോട്ടത്തിലായി. ആ സമയത്ത് അമ്മയെ നോക്കാൻ പലരും വന്നെങ്കിലും ആരുമായും അമ്മ ഒത്തുപോയില്ല. അങ്ങനെയാണ് 8 മാസം മുന്നേ ഇവളെത്തുന്നത്. ഏതോ ഒരു സന്നദ്ധ സംഘടന വഴി എത്തിയതാണ്. ആദ്യമൊക്കെ മറ്റുള്ളവരെ പോലെയായിരുന്നു അവളോടും അമ്മയ്ക്ക് പെരുമാറ്റം. പക്ഷെ പോകെ പോകെ അവളും അമ്മയും തമ്മിൽ കൂട്ടായി. അത് ഒരു പരിധിവരെ തനിക്കും ആശ്വാസമായിരുന്നു. ആ കാലത്തിനിടയിലൊന്നും അവൾ തന്റെ മുന്നിൽ അങ്ങനെ വെട്ടപ്പെട്ടിട്ടില്ല. തനിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അവളെ താനും ശ്രദ്ധിച്ചില്ല. അങ്ങനെയെല്ലാം സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന നേരത്താണ് കഴിഞ്ഞ ദിവസം അമ്മയുമായി ചെക്കപ്പിന് പോകേണ്ടി വന്നത് ഹോസ്പിറ്റലിൽ. അമ്മയുടെ അസുഖം ലാസ്റ്റ് സ്റ്റേജാണെന്നും ഇനി അധികകാലം അമ്മയുണ്ടാകില്ലെന്നും ഡോക്ടർ പറയുന്നത് ഏതോ കഷ്ടകാലത്തിന് അമ്മ കേട്ടുപോയി. അവിടുന്ന് വീട്ടിലെത്തിയ അമ്മ ആകെ വിഷമത്തിലായിരുന്നു. തന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ആ സമയത്താണ് അമ്മയുടെ ഇങ്ങനൊരു തീരുമാനം. കഴിവിന്റെ പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മ എന്തോ വാശി പോലെ അവളെ താൻ കേട്ടണം എന്ന് പറഞ്ഞപ്പോൾ മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയതാണ്. 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിന്നു.
പക്ഷെ അമ്മയുടെ വയ്യാഴിക വല്ലാതെ കൂടുന്നു മനസ്സിലായി. തിരികെ വന്നപ്പോൾ അറിയുന്നത് അവൾക്ക് തന്നെ കെട്ടാൻ പറ്റില്ല എന്നുള്ള വാർത്തയാണ്. അതിന്റെ സങ്കടത്തിൽ കരയുന്ന അമ്മയും ആകെ ഭ്രാന്ത് പിടിച്ചുപോയി. തന്നെ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു പോലും. തന്നെ, ഈ രുദ്രപ്രതാപിനെ, മംഗളത്ത് വീട്ടിലെ ഡോക്ടർ രുദ്രപ്രതാപിനെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അവൾക്ക് എന്തുമാത്രം അഹങ്കാരം ഉണ്ടായിരിക്കും. ആ ഒരു ചിന്തയിൽ എന്തു വന്നാലും അവളെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ രുദ്രൻ എത്തിച്ചേരാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. അതേസമയം മുകളിൽ പോയവളെ കാണാതെ വിഷമിക്കുകയായിരുന്നു ഹേമയും. തന്റെ മകന്റെ ദേഷ്യം അവർക്ക് നന്നായി അറിയാം. അവളെ തന്റെ മുന്നിൽ നിന്നും വലിച്ചുകൊണ്ട് പോയത് ആലോചിച്ചാൽ തിരിച്ചവളുടെ ബാക്കിയെങ്കിലും കിട്ടുമോ എന്നുള്ള ഭയത്തിൽ അത്രയും വയ്യാഴികയിലും ഹേമമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ആകെ വാടി തളർന്ന് വേച്ചു വേച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെയാണ്. മോളെ, അവളുടെ ആ നടത്തം കണ്ട് പേടിച്ചവർ മുറിയിൽ നിന്നും അല്പം വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ക്ഷീണം കാരണം അവരൊന്ന് കിതച്ചു. അതേസമയം കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന അമ്മ തന്റെ നേരെ ഓടി വരുന്ന കണ്ട വെപ്രാളത്തിലായിരുന്നു അവൾ. അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നത്? ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അമ്മയെ വട്ടം ചുറ്റി പിടിച്ചു. മോൻ, അവൻ മോളെ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ ആകെ തടവി വെപ്രാളത്തിൽ ചോദിക്കുന്ന അമ്മയെ നോക്കി പെണ്ണ് മെല്ലെ ഒന്ന് ചിരിച്ചു. ഈ അമ്മയുടെ മോനല്ലേ, ഇത്തിരി ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ആള് പാവമാണ്. ഓടിത്തിരിക്കുന്ന ധാവണിയുടെ തുമ്പുകൊണ്ട് കൈത്തണ്ട ഒന്ന് വട്ടം ചുറ്റിട്ട് അവള് തിരിഞ്ഞ് അമ്മയെ നോക്കി ചിരിച്ചു. കാരണം അവന്റെ പിടുത്തത്തിൽ ആ കൈത്തണ്ട അത്രത്തോളം ചുവന്നിട്ടുണ്ടായിരുന്നു. ഹേമ മുന്നിൽ നിൽക്കുന്നവളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. സ്വതവേ വെളുത്ത നിറമായതുകൊണ്ട് തന്നെ കരഞ്ഞാൽ അവൾ ആകെ ചുവക്കും എന്നുള്ളത് ഈ കാലയളവ് കൊണ്ട് ഹേമയ്ക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നതും അങ്ങനെ ഒരു ചുവന്ന ചെമ്പരത്തി പൂവാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹേമയ്ക്ക് മനസ്സിലായി. മോള് അമ്മയോട് കള്ളം പറയുകയാണ് അല്ലേ? ജ്യൂസുമായി അടുത്തേക്ക് വരുന്നവളെ പിടിച്ചു നിർത്തിയത് തിരക്കുമ്പോൾ കണ്ണ് ചുവന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി അവളുടെ മാഞ്ഞില്ല. ഒരു കള്ളവുമില്ല, ഇതൊന്ന് കഴിച്ചേ, എനിക്കേ അടുക്കളയിൽ നിറയെ ജോലിയുണ്ട്. കയ്യിലുള്ള ജ്യൂസ് അമ്മയുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചുകൊണ്ട് അവള് നടക്കാൻ പോയതും പിന്നിലെ ശബ്ദം കേട്ട് അവള് നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. കയ്യിലേക്ക് കൊടുത്ത ജ്യൂസ് സൈഡിലേക്ക് വെച്ചു മുഖവും വീർപ്പിച്ചിരിക്കുകയാണ് ആള്. എന്താ അമ്മേ, എന്തിനാ പോയി പിണക്കം? അടുത്തേക്ക് വന്നവള് ആ മടിത്തട്ടിന് താഴെ നിലത്തിരുന്നുകൊണ്ട് ചോദിച്ചു. നീ എന്റെ മോനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് നീ വെള്ളവും വേണ്ട മരുന്നും വേണ്ട. പിണങ്ങി തിരിഞ്ഞുള്ള ആ ഇരിപ്പ് കണ്ടതും അവൾക്ക് ആ സമയം ഒരുപാട് സന്തോഷവും അത്രത്തോളം തന്നെ സങ്കടവും തോന്നി. ഇന്ന് വരെയുള്ള തന്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും അധികം സ്നേഹിച്ച മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക്. എന്തിനാ അമ്മീ വാശി? അമ്മയുടെ മോൻ ഈ ലോകം തന്നെ അറിയുന്നൊരു ഡോക്ടറല്ലേ, ഞാനോ വെറും 10ാം ക്ലാസ്സുകാരിയായ ഒരു വേലക്കാരി. എന്തൊരു നാണക്കേടാവും അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചാൽ. പറയുമ്പോൾ പോലും അവളുടെ തൊണ്ടയിടറി കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പഠിത്തവും ജോലിയൊക്കെ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പക്ഷെ അതിലൊക്കെ വലുതല്ലേ മോളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്. അതെന്റെ മോൾക്ക് ആവശ്യത്തിലധികമുണ്ട്. ഞാൻ ഈ ലോകത്ത് നിന്ന് പോയാൽ എന്റെ കുഞ്ഞ് ഒറ്റയ്ക്കായി പോകും. അന്ന് അവനെ എന്നെ പോലെ സ്നേഹിച്ച് തളരാതെ നിർത്തണമെന്നുണ്ടെങ്കിൽ നീ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് ഈ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതിയെങ്കിലും മോൾക്കൊന്ന് സമ്മതിച്ചുകൂടെ? അങ്ങനെ കരഞ്ഞുകൊണ്ട് ഹേമ ചോദിച്ചതും അവൾ അവരെ കെട്ടിപ്പിടിച്ച് മറുത്തൊന്നും പറയാതെ ഏങ്ങിക്കരഞ്ഞു. പിറ്റേന്ന് രാവിലെ മുറിയിലേക്ക് എത്തിയ രുദ്രനെ കാത്തിരുന്നത് സന്തോഷം കൊണ്ട് തിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മുഖമായിരുന്നു. അവനും അതേ പുഞ്ചിരിയോടെ അമ്മയുടെ കാര്യങ്ങൾ തിരക്കി നേരെ എത്തിയത് അടുക്കളയിലേക്കാണ്. വാതിലെത്തിയതും പുറത്തേക്ക് വന്ന വാസനയിൽ ഒരു നിമിഷം അവന്റെ മൂക്ക് വിടർന്നു. തീയലാണ് അമ്മ വെക്കുന്നതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് കയറിയതും കാണുന്നത് പിന്തിരിഞ്ഞ് ജോലി ചെയ്യുന്നവളെയാണ്. അടുത്തേക്ക് ചെന്ന് അവളെ പിന്നിലൂടെ വട്ടം ചുറ്റി പിടിക്കുമ്പോൾ അവൾ പേടിച്ചിട്ട് അലറിപ്പോയിരുന്നു. ഇത് ഞാനടി, ഒരു ചെക്ക് ലീഫിൽ നീ നിന്റെ സമ്മതം അറിയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ പാവം എന്റെ അമ്മയെ 2 ദിവസം വിഷമിപ്പിക്കില്ലായിരുന്നു ഞാൻ. തീർത്തും പുച്ഛത്തിൽ അവളെ അപമാനിക്കും പോലെയാണ് അവൻ പറഞ്ഞതെങ്കിലും തന്റെ ശരീരത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിലെ വെപ്രാളത്തിൽ പെണ്ണതൊന്നും അപ്പോൾ കേട്ടില്ല.
നീ എന്റെ അമ്മയുടെ സ്നേഹത്തിന് എത്ര രൂപയാ വിലയിട്ടതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്റെ അമ്മയുടെ സന്തോഷത്തിന് ഈ ലോകം തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കും. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയവൻ അവിടെ ഒന്ന് അമർത്തിക്കടിച്ചു. നിന്ന നിൽപ്പിൽ പെണ്ണ് പെരുവിരലിൽ ഉയർന്നുപോയി. ഒപ്പം കഴിയും പോലെ പിന്നിലേക്ക് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചവൾ പാതകത്തിൽ മുറുക്കി പിടിച്ചു. സത്യം പറഞ്ഞാൽ പെണ്ണിനോടുള്ള ദേഷ്യത്തിനും വാശിയിലും അവളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ചേർത്ത് പിടിച്ചതെങ്കിലും ചുറ്റിപ്പിടിച്ച കൈ ആദ്യം പഞ്ഞത് തന്നെ അവളുടെ ധാവണിക്കുള്ളിലെ നഗ്നമായ വയറ്റിനുള്ളിന് മുകളിലായിരുന്നു. പതുക്കെ കൈ തൊട്ടപ്പോൾ പതറിപ്പോയതാണ് അവൻ. അത് പുറത്തേക്ക് വരാതിരിക്കാനാണ് ദേഷ്യത്തിൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞത്. പക്ഷേ ഉച്ചിയിൽ വാരിക്കെട്ടിയ മുടിയിൽ നിന്നും കുറെയൊക്കെ കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം തോന്നിയ തോന്നലാണ് ബാക്കിയൊക്കെ ചെയ്തു കൂട്ടിയത്. അതൊന്ന് ആസ്വദിച്ചു തുടങ്ങുന്ന നേരത്താണ് അവൾ പിടിച്ചു തള്ളുന്നത്. രുദ്രൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്നതും അവന് ദേഷ്യം തോന്നി. അതിന്റെ ആക്ക് കൂടിയത് മുന്നിൽ മുഖം പൊത്തി കരയുന്നവളുടെ കണ്ണുനീര് കൂടി കണ്ടതാണ്. ഒന്നാമത് ചെയ്തു പോയ പ്രവൃത്തിയിലെ നാണക്കേട്, ഒപ്പം മുന്നിൽ നിൽക്കുന്നവളുടെ കരച്ചിലും. നിർത്തടി! ഒറ്റ അലർച്ചയായിരുന്നു അവൻ. എന്താടി, ഞാനൊന്ന് തൊട്ടപ്പോൾ നിന്റെ എവിടെങ്കിലും ഉരുകിപ്പോയോ? അവന്റെ ഒച്ചപ്പാടിൽ ഭയന്നു പോയവൾ പേടിച്ച് കണ്ണിറുക്കി അടച്ചു. അതെ, നീ കൂടുതൽ അങ്ങ് ശീലാവധി ചമയൊന്നും വേണ്ട. ഇന്നലെ നിന്റെ കയ്യിൽ തന്ന ചെക്കിലെ തുകയ്ക്ക് ഈ പണിയും കൂടി നീ എടുത്തേ പറ്റൂ. ഞാൻ നിന്നെ കെട്ടുന്നതേ ഇതിനും കൂടിയൊക്കെ വേണ്ടിയാണ്. കളയുന്നതിന്റെ അന്ന് വരെ ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. ഉണ്ടായ ചളിപ്പിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പോലെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ മനസ്സിലേക്ക് അതൊക്കെ വന്നു പതിക്കുന്നത് അഗ്നിശാപങ്ങളായിട്ടാണെന്ന് അവൻ ആ നിമിഷം അറിഞ്ഞില്ല. അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതും അവൾ നിലത്തേക്കിരുന്ന് ശബ്ദമില്ലാതെ ഏങ്ങിക്കരഞ്ഞു. പിന്നെയുള്ള 4-5 ദിവസങ്ങളിൽ അവൻ അവളെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അവന്റെ നിഴലിൽ നിന്ന് പോലും ഓടി ഒളിക്കുന്ന പോലെയായിരുന്നു പെണ്ണിന്റെ ഭയം. അങ്ങനെ അവരുടെ കല്യാണ ദിവസം എത്തി. അധികം ആരുമില്ലാത്ത വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം ചേർന്ന് ക്ഷേത്രത്തിൽ ഒരു താലികെട്ട്. വന്നു ചേർന്ന ബന്ധുക്കളൊക്കെയും ഹേമയെ നിർത്തിയാണ് പൊരിച്ചത്. അവളോടുള്ള അവരുടെ പെരുമാറ്റം അതിലും മോശമായിരുന്നു. ബന്ധുക്കളുടെ വർത്തമാനം കേട്ട് കരഞ്ഞു തുടങ്ങിയവളെ ചേർത്ത് പിടിച്ച് ഹേമ എല്ലാവരെയും ഒരൊറ്റ നോട്ടത്തിൽ അടക്കി നിർത്തി. 2 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെയാണ് രുദ്രൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഉണ്ണാതെയും ഉറങ്ങാതെയും ആകെ ഭ്രാന്ത് പിടിച്ചു നിന്നവൻ അമ്മയുടെ മുഖം ആലോചിച്ചുകൊണ്ട് മാത്രം ഷർട്ടും മുണ്ടുവിട്ട് ക്ഷേത്രത്തിലെത്തി. എങ്ങനെയെങ്കിലും ഈ ജോലിയൊന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി ഉറങ്ങണമെന്ന് മാത്രം ചിന്തിച്ചാണ് അവൻ അവളോട്ട് വന്നത് തന്നെ. എത്തിയതും ബന്ധുക്കൾ എന്ന് പറയുന്നവർ അവനെ ചുറ്റി 1000 കുറ്റങ്ങൾ പറഞ്ഞു. അമ്മയുടെ അച്ഛന്റെയും പ്രേമവിവാഹമായതുകൊണ്ട് തന്നെ അന്നകന്ന ബന്ധുക്കൾ തന്റെ അച്ഛൻ കാശുകാരനായ ശേഷമാണ് അടുത്ത് കൂടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ അവരെ ആരെയും വലിയ ബോധ്യമില്ലായിരുന്നു. എങ്കിലും ഡോക്ടറായ തനിക്കൊരു വേലക്കാരി പെണ്ണ്, അതവന്റെ ദേഷ്യം പിന്നെയും പിന്നെയും കൂട്ടുക തന്നെ ചെയ്തു. ആ ഒരു ദേഷ്യത്തിലും വാശിയും താലി കെട്ടാൻ വന്നവൻ അമ്മ എടുത്തു കൊടുത്ത താലി അവളുടെ കഴുത്തിൽ കെട്ടുമ്പോൾ അറിയാതെ പോലും ആ മുഖത്ത് നോക്കിയില്ല. ആരോടൊക്കെയുള്ള വാശിക്കെന്ന പോലെ കഴുത്തിലേക്ക് മാലയിട്ടെന്നൊന്ന് വരുത്തി. പക്ഷെ തിരുമേനി സിന്ദൂരം ചാർത്തു എന്ന് പറഞ്ഞ് സിന്ദൂരം നീട്ടുമ്പോഴാണ് അതിൽ നിന്നൊരു നുള്ളെടുത്ത് അവളുടെ നെറുകിലേക്ക് ചാർത്തുന്ന നേരം അവൻ ആ മുഖം കണ്ടത്. പൂർണ്ണചന്ദ്രൻ വെയിലിൽ തളർന്ന പോലെ കണ്ണുകൾ താഴ്ത്തി മുന്നിലൊരു മുഖം. സെറ്റും മുണ്ടും വേഷത്തിൽ അമ്മയുടേതെന്ന് തോന്നിക്കുന്ന 1-2 ആഭരണങ്ങൾ മാത്രം. എങ്കിലും അവളെ അന്ന് വരെ കാണാൻ പറ്റാത്ത ഒരു സൗന്ദര്യം ആ നിമിഷം അവന്റെ കണ്ണുകളിൽ കണ്ടു. അതുവരെ ദേഷ്യം മൂടി നിന്നവന്റെ മുഖം എന്തിനെന്നറിയാതെ ഒരല്പം വിടർന്നു. സമയം പോകുന്നു, സിന്ദൂരം ചാർത്തു. തിരുമേനി ഒരിക്കൽ കൂടി പറഞ്ഞതും അവൻ അവളുടെ നെറുകയിൽ കുങ്കുമം ചാർത്തി. ആ നേരത്ത് അവളുടെ മനസ്സ് നിറയെ പ്രാർത്ഥനയായിരുന്നു. ഈ താലിയുടെ ആയുസ് എത്രയെന്നറിയില്ല ദേവി. എന്നിരുന്നാലും മരണം വരെ ഇതെന്നിൽ കാണണമെന്ന് ഞാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ ഇഷ്ടമില്ലായ്മ അറിഞ്ഞിട്ടും അവളുടെ മനസ്സ് ഭഗവത് പാദത്തിൽ കൈകൂപ്പി അനുഗ്രഹം തേടി. വന്നവർക്കെല്ലാം ചെറിയൊരു സദ്യ അടുത്തുള്ള ഹോട്ടലിലാണ് ഒരുക്കിയിരുന്നത്. അവരെയൊക്കെ പറഞ്ഞു വിട്ട് വീട്ടിലേക്ക് എത്തിയ ഹേമ അവളെ വിളക്ക് കൊടുത്ത് വീടിനുള്ളിലേക്ക് കയറ്റി. ഇന്നു മുതൽ അമ്മയുടെ സ്വന്തം മോളാണ് നീ, കേട്ടോ. ഇനി നീ നിന്നെ ഒരിക്കലും അനാഥയെന്നൊന്നും വിളിച്ചേക്കരുത്. അമ്മ അത് പറയുന്നത് കേട്ടതും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്ന രുദ്രൻ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി.
ഇവള് അനാഥയായിരുന്നോ? ആ ഒരു ചോദ്യത്തോടെയാണ് അവൻ മുകളിലേക്ക് കയറിയത്. പകലൊക്കെയും ഉറങ്ങിത്തീർത്തവൻ രാത്രിയായി എഴുന്നേറ്റ് വരുമ്പോൾ ആ സമയത്ത് താഴെ അമ്മയുടെ മുറിയിലെ ഉറക്കെയുള്ള ചിരി കേട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നോക്കുമ്പോൾ അമ്മ പഴയ എന്തോ കാര്യം പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നതാ കണ്ടത്. കട്ടിലിന് താഴെ അമ്മയുടെ കാൽഭാഗം തടവി കൊടുത്തുകൊണ്ട് അവളും ആ ചിരിയിൽ പങ്കുചേർന്ന് തന്നെ ഇരിക്കുന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് തന്റെ അമ്മ ഇങ്ങനൊന്ന് ചിരിച്ചു കാണുന്നത്. പണ്ട് കോളേജിൽ പഠിച്ച കാര്യവും അച്ഛൻ പുറകെ നടന്നതും ഒക്കെ തന്നെയാണ് വിഷയം എന്ന് മനസ്സിലായതും അവൻ കയറിപ്പോയി. അവളതൊക്കെ കാര്യമായി നിന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറച്ചിൽ അപ്പോഴൊന്നും നിൽക്കില്ലെന്ന് മനസ്സിലായവൻ തിരിഞ്ഞു നടന്നു. അന്ന് രാത്രി ഒരുപാട് സന്തോഷത്തോടെയാണ് ഹേമ അവളെ ഒരുക്കി രുദ്രന്റെ മുറിയിലേക്ക് വിടുന്നത്. 1000 വട്ടം അവന്റെ മുറിയിലേക്ക് പോകാൻ വയ്യ എന്ന് പറയാൻ തുടങ്ങിയവൾക്ക് അമ്മയുടെ സന്തോഷം നിറഞ്ഞ മുഖത്തെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അമ്മ ചുറ്റിക്കൊടുത്ത് സെറ്റും മുണ്ടുമെടുത്ത് പേടിച്ചു പേടിച്ചവൾ അവന്റെ മുറിയിലേക്ക് ചെന്നു. റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നവൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കയ്യിലൊരു ഗ്ലാസ് പാലുമായി സെറ്റും മുണ്ടും എടുത്ത് അകത്തേക്ക് വരുന്നവളെ കണ്ടതും രുദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും പെണ്ണിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എടി, ചോദിച്ചത് കേട്ടില്ലേ, നീ എന്താ ഇവിടെയെന്ന്? അവൾ കടുത്തേക്ക് ചെന്ന് ആ കയ്യിൽ അമർത്തി പിടിച്ചു ചോദിച്ചതും പെണ്ണിന്റെ കയ്യിലിരുന്ന പാല് പകുതിയും താഴേക്ക് തുളുമ്പിപ്പോയി. നാശം പിടിക്കാൻ, ഇവിടെയാക്കി വൃത്തിയേടാക്കാൻ കേറി വന്നതാണോ നീ? അവൻ പിന്നെയും ഒച്ചയെടുത്തതും അവൾ എന്തോ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അവന്റെ പായ പൊത്തി. ഡി, പ്ലീസ് ദേഷ്യപ്പെടല്ലേ, അമ്മ താഴെ തന്നെ ഉണ്ട്. ഒച്ചയെടുത്ത അമ്മ കേൾക്കും. ഞാൻ ഡോക്ടർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോളാം. കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കേട്ടതും ഒരു നിമിഷം കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന പോലെ ശ്വാസം ആഞ്ഞെടുത്തു രുദ്രൻ. ഒപ്പം തന്റെ ചുട്ടിൽ പറ്റി നിൽക്കുന്ന അവളുടെ തണുത്ത കൈയും അവനെ ഒരു പരിധിവരെ നിശബ്ദനാക്കി. അവനൊന്ന് അടങ്ങിയെന്ന് തോന്നിയതും അവൾ മെല്ലെ കൈ നീക്കി. അമ്മയ്ക്ക് വേണ്ടി മാത്രം ഈ മുറിയിൽ നീ ഉണ്ടെന്ന് പോലും ഞാൻ അറിയരുത്. അതുപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്താലും നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ തന്റെ ടേബിളിലിരിക്കുന്ന മദ്യക്കുപ്പിയിലേക്ക് നീങ്ങുന്നത് അവളും കണ്ടിരുന്നു. പെണ്ണ് ഒക്കത്തിനും തലകുലിക്കതും അവൻ അവർക്ക് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. ഒരു 4-5 പേർക്ക് വിശാലമായി കിടക്കാവുന്ന കട്ടിലാണ് മുന്നിലുള്ളത്. പക്ഷെ അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അപ്പുറത്തെ വശത്തേക്ക് പോയി നിരത്തേക്ക് കിടക്കാൻ പോയതും ശ്രദ്ധിക്കാത്ത പോലെ അവൻ ജോലി തുടർന്നു. AC-യുടെ തണുപ്പിൽ വെറും നിലത്ത് കിടന്നവൾക്ക് കുറച്ചു കഴിഞ്ഞതും ആകെ തണുക്കാൻ തുടങ്ങി. പെണ്ണ് ഉടുത്തിരുന്ന സാരി തന്നെ എങ്ങനെയൊക്കെ ചുറ്റിച്ചുരുണ്ട് കിടന്നതും ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാത്രി ഏറെ വൈകി ജോലി കഴിഞ്ഞ് കിടക്കാൻ പോയവൻ നിലത്തെന്തോ കണ്ട് ഞെട്ടി നോക്കുമ്പോഴാണ് അവൾ അവിടെ കിടക്കുന്നത് കണ്ടത്. ഇത്രയും തണുപ്പത്ത് വെറും നിലത്ത് കിടക്കുക ഇവക്ക് ഭ്രാന്താണോ? ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അലമാരിയിൽ ഇരുന്നൊരു കംഫർട്ട് എടുത്ത് അവളുടെ മേലെ അവൻ വലിച്ചെറിഞ്ഞു. ഒപ്പം ഒരു തലയണയും. പിറ്റേന്ന് രാവിലെ ആദ്യം കണ്ണു തുറന്നത് രുദ്രനായിരുന്നു. കൈയൊക്കെ നിവർത്തി സ്ട്രെച്ച് ചെയ്ത് താഴെ കിടങ്ങാൻ തുടങ്ങിയവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. ഉടുത്തിരിക്കുന്ന സെറ്റ് സാരിയിൽ പാതിയിലധികം അകന്നുപോയി ശരീരഭാഗം മുക്കാലും പുറത്തേക്ക് കാണും പോലെ ഒരുവൾ മലർന്നു കിടക്കുന്നു. ഒരു നിമിഷം അവൻ ഉമിനീരിറക്കിപ്പോയി. മുന്നിലെ കാഴ്ചയിൽ നിന്നും കണ്ണു മാറ്റാൻ മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും വീണ്ടും അവന്റെ കണ്ണുകൾ ആ മനോഹാരിതയെ തന്നെ തേടിപ്പോയി. രാവിലെ തന്നെ മനുഷ്യനെ വെടക്കാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. തന്റെ ചിന്തകൾക്ക് മുകളിൽ തനിക്ക് തന്നെ ആധിപത്യമില്ലെന്ന് തോന്നി ദേഷ്യപ്പെട്ടവൻ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾക്കൊരൊറ്റ തട്ടായിരുന്നു. പെണ്ണ് വെപ്രാളത്തിൽ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അവളുടെ നേരിത് പൂർണ്ണമായി അപ്പോഴേക്കും താഴെ വീണുപോയി. രുദ്രന്റെ കണ്ണുകൾ അവളുടെ മാറിടങ്ങൾ തന്നെ തറഞ്ഞു നിന്നു. അവന്റെ ആ നോട്ടം കണ്ടാണ് അവൾ ശ്രദ്ധിക്കുന്നത്. പെണ്ണ് ഞെട്ടിക്കൊണ്ട് താഴെ കിടന്ന് നേരിതെടുത്ത് അവളെ എങ്ങനെയൊക്കെയോ അതിൽ പൊതിഞ്ഞു വെച്ചു. അത് കണ്ടതും അവനും ഒന്ന് ചമ്മി. എന്താടി, ഇങ്ങനെയൊക്കെ കാണിച്ചെന്നെ മയക്കാനാണോ നിന്റെ ഉദ്ദേശം? അടുത്തേക്ക് ചെന്നവന്റെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. പെണ്ണിന്റെ ആ കണ്ണുകൾ കണ്ടതും പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി. സ്വന്തം ശരീരം കാണിച്ച് മയക്കാൻ അത്രയും തരം താഴ്ന്നൊരു പെണ്ണായിട്ടാണോ അവൻ തന്നെ കാണുന്നത് എന്നൊരു ചിന്ത വന്നതും അവളുടെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. പെണ്ണ് പെട്ടെന്ന് തന്റെ അരികിൽ കിടക്കുന്ന തലയണയും ബ്ലാങ്കറ്റും ഒക്കെ കണ്ട് ഒന്ന് പതറിയെങ്കിലും അവൻ ഇട്ടിട്ട് പോയതാണെന്ന് മനസ്സിലാക്കി ഒക്കെ കട്ടിലേക്ക് വെച്ചിട്ട് അവൾ അപ്പോൾ തന്നെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി.
അന്ന് മുതൽ പിന്നിങ്ങോട്ട് അവൾ അറിഞ്ഞോ അറിയാതെ പോലും അവന്റെ മുന്നിലേക്ക് വരാതെയായി. ഹോസ്പിറ്റലിൽ അവന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഡോക്ടർ ലീവ് എടുത്ത് പോയതുകൊണ്ട് തന്നെ അവനും അത്യാവശ്യം നല്ല ബിസിയായി. അതുകൊണ്ട് തന്നെ അവൾ ഏതു നേരവും അമ്മയ്ക്ക് ചുറ്റുമായി ജീവിതം. അവന്റെ വീട്ടിലേക്കുള്ള വരവും അത്രത്തോളം തന്നെ പരിമിതവുമായിരുന്നു. പക്ഷേ വീട്ടിലുള്ളപ്പോഴൊക്കെ അമ്മയ്ക്കൊപ്പം ആഹാരം കഴിക്കാൻ നിർബന്ധമുള്ളവന് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നെങ്കിലും എപ്പോഴും അമ്മയെക്കൊണ്ട് തന്നെ വിളമ്പിക്കൊടുത്തിട്ട് അങ്ങനെ പോലും അവന്റെ മുന്നിൽ ചെല്ലാതിരിക്കാൻ അവൾ കഴിവതും ശ്രമിച്ചു. ആദ്യമൊക്കെ അവനത് ശ്രദ്ധിച്ചില്ലെങ്കിലും പോകെ പോകെ അവനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞിരുന്നു. ഇതിനോടകം തന്നെ താൻ അവളെപ്പറ്റി ധരിച്ചു വെച്ചിരുന്ന പലതും തെറ്റാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു താൻ അവൾക്ക് കൊടുത്ത ചെക്ക് അവന്റെ തന്നെ ഡ്രോയറിൽ കണ്ടത്. അതിനെപ്പറ്റി അവളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അവളെ ഒന്ന് അടുത്ത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാകും സത്യം. പക്ഷെ പോയ 1 മാസം കൊണ്ട് അമ്മയ്ക്കുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു. ഈ തവണത്തെ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ രോഗങ്ങൾ കുറയാൻ തുടങ്ങി എന്നുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് അന്നവൻ അമ്മയുമായി വീട്ടിലെത്തിയത്. ഇതിന്റെ എല്ലാം കാരണം അവളാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അവളെ അടുത്തേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അന്ന് വരെ താൻ അവളോട് പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവന് സ്വയമേ നാണക്കേട് തോന്നി. അവൻ ഒന്നിനും മുതിർന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവൻ നേരത്തെ വീട്ടിലേക്ക് എത്തുന്നത്. പുറത്ത് കാറിന്റെ ശബ്ദം കേട്ട് അവൾ വേഗം ചായ ഉണ്ടാക്കി ടേബിൾ കൊണ്ടുപോയി വെച്ചു. അല്പം കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും ചായക്കപ്പെടുക്കാൻ പോയവൾ അവൻ ചായ എടുത്തില്ലെന്ന് കണ്ടതും സംശയത്തോടെ ചായക്കപ്പിലേക്കും മുകളിലേക്കും ഒന്ന് നോക്കി. രുദ്രൻ വന്നോ മോളെ? അവന്റെ കാറിന്റെ ശബ്ദം കേട്ടിട്ടും മുറിയിലേക്ക് അതുവരെ അവൻ വരാത്തത് കണ്ട് അമ്മ തിരക്കി. വന്നു അമ്മേ. മുറിയിലേക്ക് പോയി. വല്ലാത്തൊരു ചിന്തയോടെ അവള് പറയുമ്പോഴും കുറച്ചു കഴിയുമ്പോൾ ആണെങ്കിലും അമ്മയെ കാണാൻ അവൻ വരുമല്ലോ എന്നവൾ ആശ്വസിച്ചു. പക്ഷെ പിന്നെയും കുറെ നേരമായി അവനെ കാണാതെ വന്നതും അവൾക്ക് എന്തെന്നില്ലാത്ത വെപ്രാളം തോന്നി. അമ്മയെ കൊണ്ടൊന്ന് വിളിപ്പിക്കാം എന്ന് കരുതി മുറിയിലേക്ക് ചെല്ലുന്നവൾ കാണുന്നത് മരുന്ന് കഴിച്ച് ഉറങ്ങിപ്പോയ അമ്മയാണ്. അവസാനം താഴെ ഇരുന്നിട്ട് അല്പം പോലും സമാധാനമില്ലാതെ വന്നവൾ മെല്ലെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. മുറിയിലേക്ക് കയറാൻ തുടങ്ങിയവളുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അകത്തേക്ക് കയറിയതും റൂമിലാകെ പടർന്നു കിടക്കുന്ന ഇരുട്ടിൽ അവൾ കൈയെത്തി ലൈറ്റ് ഓൺ ചെയ്തു. വന്ന വേഷത്തിൽ തന്നെ കട്ടിൽ കമിഴ്ന്നു കിടക്കുന്നവനെ കണ്ടതും അവളുടെ നെറ്റി ചുഴിഞ്ഞു. ഒപ്പം ആ മുറിയിൽ സിയും ഫാനും ഒന്നും ഇട്ടില്ലെന്ന് കണ്ടതും അവൾ മെല്ലെ അവൻ അരികിലേക്ക് ചെന്നു. എന്തൊക്കെയോ അവൻ പിറുപിറുക്കുന്നു തോന്നലോടെ അടുത്തേക്ക് ചെന്ന് അവൾ അവനെ നോക്കിയതും അവന്റെ നിശ്വാസത്തിലെ ചൂട് അവൾക്ക് തട്ടി. കൃഷ്ണ, രുദ്രേട്ടന് പനിയാണല്ലോ. അവള് വെപ്രാളത്തോടെ അവന്റെ നെറ്റിയിലും കവിളിലും ഒക്കെ കൈവച്ചതും തിളയ്ക്കുന്ന ചൂട് കണ്ടു. പെണ്ണ് പെട്ടെന്ന് വല്ലാതെയായി. അവൾ വേഗം അവനെ തിരിച്ചു കിടത്തി. കഴുത്തുവരെ ബട്ടൺസ് കിടന്ന ഷർട്ടിലെ 3-4 ബട്ടണുകൾ തുറന്നു വിട്ടു. അതുപോലെ കാലിൽ കിടക്കുന്ന സോക്സും പെട്ടെന്ന് അഴിച്ചു മാറ്റി. ചൂട് നല്ലവണ്ണം കൂടിയിട്ടാണെന്ന് തോന്നി വേഗം താഴെ പോയി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്ന് കട്ടിയിൽ പഞ്ഞി മുക്കി അവൻ നെറ്റിയിലിട്ടു. ഏറെ നേരം അത് തുടർന്നതും അവന്റെ ചൂടൊരൽപ്പം കുറഞ്ഞതായി തോന്നി. ഇതിനിടയിൽ ഇടയ്ക്ക് 1-2 താട്ടം അമ്മയെ വന്നു നോക്കുമ്പോൾ അമ്മ നല്ല ഉറക്കമാണെന്ന് കണ്ട് അവൾ മുകളിൽ തന്നെ ഇരുന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ തുടർന്നും അവൻ പതിയെ കണ്ണുകൾ തുറന്നു. രുദ്രേട്ടാ. കണ്ണുകൾ തുറന്നു അടയ്ക്കുന്നത് കണ്ടതും പെണ്ണ് പേടിയോടെ വിളിച്ചു. എനിക്കൊന്നുമില്ല ഭദ്രേ. വാടിക്കുഴഞ്ഞ സ്വരത്തിൽ അവൻ പറയുന്ന കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ടവനെ നോക്കി. എന്താ ഭദ്രേ? അവൻ മെല്ലെ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചതും പെണ്ണ് പിന്നെയും അവനെ നോക്കി. തന്റെ പേര്. അവൻ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. അപ്പോ തന്റെ പേര് അവൻ അറിയാമായിരുന്നോ? ഞെട്ടലിൽ ഓരോന്നാലോചിക്കുമ്പോൾ അവന്റെ നോട്ടം അവളിൽ മാത്രമായി. താൻ പേര് വിളിച്ചതിന്റെ ഞെട്ടലാണ് അവളിൽ കാണുന്നതെന്ന് അവന് ഉറപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ പേരെന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. അറിയണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ അമ്മയോട് ചോദിക്കാമെന്ന് വെച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനപ്പുറം സ്വന്തം ഭാര്യയുടെ പേരറിയില്ലേ എന്നുള്ള അമ്മയുടെ ചോദ്യം കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അത്രയും ആഗ്രഹമുണ്ടായിട്ടും അവളുടെ പേരെന്താണെന്ന് അറിയാനുള്ള തിരച്ചിലിനൊടുവിലാണ് പെണ്ണിന്റെ കയ്യിലുള്ള ആ ബാഗ് പോയി തപ്പിയത്. അവസാനം അതിൽ നിന്ന് അവളുടെ SLCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി. അതിലെ അവളുടെ പേര് ഭദ്രയെന്ന് കണ്ടതും അവൻ ഒരുപാട് സന്തോഷം തോന്നി. അമ്മയ്ക്ക് പിന്നെ അവൾ വന്ന കാലം തൊട്ട് മോളൂട്ടിയാണ്. അവളുടെ ആ വണ്ടറടിച്ചുള്ള മുഖം കണ്ടുകൊണ്ട് തന്നെ അവൻ മെല്ലെ കട്ടിൽ നിന്നും എഴുന്നേറ്റും
ശരീരം ഒന്ന് പിന്നിലേക്ക് പോയി. അതുവരെ സ്വപ്നലോകത്തിരുന്നവള് പെട്ടെന്നാണ് അവനെ താങ്ങിപ്പിടിച്ചത്. രുദ്രേട്ടാ! അവളുടെ ആ വിളി കേട്ടതും സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവൻ അവളെ ഒന്ന് നോക്കി. സോറി ഡോക്ടർ. താൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടാതുകൊണ്ടാണ് അവൻ നോക്കിയെന്ന് കരുതി പെട്ടെന്ന് പെണ്ണ് അവളെ തന്നെ തിരുത്തി. അത് കേട്ടതും അതുവരെ ഇല്ലാതിരുന്ന ദേഷ്യം മുഖത്തേക്ക് ഇരച്ചെത്തി പെണ്ണിനെ പിടിച്ച കയ്യിൽ അവൻ തട്ടി. യു വീഴും. അവൾ അവനെ പിന്നെയും പിടിച്ചുകൊണ്ട് പറഞ്ഞതും ചെക്കൻ ദേഷ്യത്തിൽ പെണ്ണിനെ ഒന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടക്കാൻ പോയി. എന്താ ഭദ്രേ, സ്വന്തം സ്ഥാനം മറക്കാണോ നീ? അവൻ അകത്തേക്ക് പോകുന്ന കണ്ട് അവൾ അവളെ തന്നെ സ്വയം പഴിച്ചു. ഇത്തിരി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയവൻ റൂമിൽ അവളെ കാണാതായതും പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. പിന്നെ മെല്ലെ നടന്ന് ക്ഷീണത്തോടെ കട്ടിലേക്ക് വന്നിരുന്നതും അവള് കയ്യിലൊരു ബൗളുമായി കയറി വരുന്ന കണ്ടു. എന്താ ഇത്? പെണ്ണിനെ നോക്കി നെറ്റിയൊന്ന് ചുളുക്കി രുദ്രൻ. കഞ്ഞിയാ രുദ്രേട്ടാ. അവള് മെല്ലെ പറഞ്ഞതും അവന്റെ മുഖം കൂടുതൽ അങ്ങ് മാറി. കഞ്ഞിയോ? എനിക്കെങ്ങും വേണ്ട. മുഖം വെട്ടി തിരിച്ചുകൊണ്ടവൻ കട്ടിലേക്ക് കയറിയിരുന്നു. പനിയാകുമ്പോൾ കഞ്ഞിയാ നല്ലത് ഡോക്ടർ. അവൾ അടുത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ കേട്ട ഡോക്ടർ വിളിയിൽ ഇത്തവണ അവള് ദേഷ്യം കൊണ്ടങ്ങ് പുകഞ്ഞു. പെണ്ണ് കഞ്ഞി ടേബിളിലേക്ക് വെച്ചെന്ന് കണ്ടതും അവൻ ഒറ്റ കൈ കൊണ്ട് അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവള് പേടിച്ച് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കിയതും ഇടത് കൈ അവളുടെ ഇടുപ്പിൽ വട്ടം ചുറ്റി അവൻ അവളെ കുറച്ചുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. ആരാടി നിന്റെ ഡോക്ടർ? അവന്റെ ചോദ്യവും പിടുത്തവും ഒക്കെ കൂടിയായതും പെണ്ണാകെ വിറച്ചുപോയി. ആദ്യം നീ എന്നെ എന്തായിരുന്നാ വിളിച്ചത്? അവളുടെ മറുപടിയൊന്നും വരുന്നില്ലെന്ന് കണ്ട് അവൻ പിന്നെയും ചോദിച്ചു. അത് ഡോ ആ സമയം അവൻ അവളുടെ ചുണ്ടിന്റെ തുമ്പിലൊന്ന് തട്ടി. പെണ്ണ് വേദനയോടെ എരിവ് വലിച്ചു. ഡോക്ടർക്ക് മുന്നേ നീ എന്താ എന്നെ വിളിച്ചതെന്ന് അവൻ വീണ്ടും ചോദിച്ചതും അവളുടെ കണ്ണു താഴ്ന്നു. പറയടി. അത് രുദ്രേട്ടാന്ന് അവള് പറഞ്ഞുകൊണ്ട് കണ്ണു താഴ്ത്തിയതും അവന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. പെണ്ണ് ഞെട്ടിക്കൊണ്ടവനെ നോക്കി. ഇനി നീ എന്നെ രുദ്രേട്ടാന്നല്ലാതെ വേറെ എന്തെങ്കിലും വിളിച്ചാൽ ഇതാകും എന്റെ ശിക്ഷ. ചിലപ്പോ ഞാൻ ഇതിലും നിർത്തിയെന്ന് വരില്ല. അവൾ ആകെ പകച്ചു പോയിരുന്നു. ഇന്ന് വരെ കാണാത്ത അവന്റെ ഈ രൂപം അവളെ അത്രത്തോളം പേടിപ്പിച്ചു എന്ന് തന്നെ പറയാം. എനിക്കറിയാം ഞാൻ കുറച്ച് ഹാൻസം ആണെന്ന്. അതുപോലെ നിന്നെ ഇങ്ങനെ നെഞ്ചിലടക്കി പിടിച്ച് കിടക്കുന്നത് സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷെ ഇപ്പൊ നിന്റെ രുദ്രേട്ടന് വയ്യാടി. അത്രയും വയ്യാടിക്കലും അവൻ ഒരു കണ്ണിറക്കി പറഞ്ഞതും അവള് വേഗം അവന്റെ ശരീരത്തിൽ നിന്നും പിടഞ്ഞു മാറി. പക്ഷെ പെണ്ണ് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ വീണ്ടും തന്റെ നെഞ്ചിലേക്ക് പിടിച്ചിട്ടിരുന്നു. ഹ, അങ്ങനെ അങ്ങ് പോകല്ലേ രുദ്രേട്ടാ. കഞ്ഞി, ആഹാരം. കഞ്ഞി കുടിക്കണ്ടേ? അവനോട് എന്ത് പറയണമെന്നറിയാതിരുന്നവള് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവന്റെ മുഖം മാറി. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ഭർത്താവിനോട് പറയാൻ പറ്റിയ വാചകം. പിറുപിറുത്തുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. രുദ്രേട്ടാ. അവൻ തിരിഞ്ഞിരിക്കുന്ന കണ്ട് പെണ്ണ് ആ വെപ്രാളത്തിലും വിളിച്ചു. എനിക്ക് വേണ്ട. അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞതും അവളുടെ മുഖം വല്ലാതെയായി. അത് കണ്ടതും രുദ്രൻ അവളെ ഒന്നുകൂടി നോക്കി. പിന്നെ എന്തോ കുസൃതി തോന്നിയ പോലെ അവൻ കട്ടിലിൽ ഒന്നുകൂടി ചാരി. ഓക്കെ, കഴിക്കാം. പക്ഷെ നീ വാരിത്തരണം. ആദ്യം അവൻ തമാശ പറയുകയാണെന്ന് കരുതിയെങ്കിലും പിന്നെ അവൻ കഴിക്കണമെങ്കിൽ താൻ വാരിക്കൊടുത്തേ പറ്റൂ എന്ന് തോന്നി അവസാനം അവൾ തന്നെ അവന് വാരിക്കൊടുത്തു. ഇഷ്ടക്കേടോടെയാണെങ്കിലും അവൻ അത് കുറെ കഴിച്ചു. ആഹാരം അവൻ കഴിച്ചത് കണ്ടതും ആശ്വാസം പോലെ പെണ്ണ് അവനെ ഒന്ന് നോക്കി. പിന്നെ മെഡിസിൻ കയ്യിലിരുന്നത് കൊടുത്തവൾ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും നീ എവിടെ പോകുന്നു? അവന്റെ വിളിയിൽ അവൾ നിന്നു. അമ്മയുടെ കൂടെ. അമ്മയാണോടി നിന്നെ കെട്ടിയത്? വയ്യായിരുന്നെങ്കിലും അവന്റെ ശബ്ദം നിമിഷം കൊണ്ടാണ് ഉയർന്നത്. പെണ്ണ് പേടിച്ച് വാതിൽ പിന്നെയും ചേർത്തടച്ചു. നോക്ക് ഭദ്ര, എനിക്കൊട്ടും വയ്യ. എനിക്ക് വയ്യാതിരിക്കുമ്പോൾ എന്റെ ഭാര്യ എന്റെ കൂടെയാണ് വേണ്ടത്. അമ്മ ഇപ്പൊ തന്നെ നല്ല ഉറക്കത്തിലായി കാണും. രാവിലെ എഴുന്നേൽക്കൂ. അതുകൊണ്ട് നീ അവിടെ പോയി കിടന്നാലും അമ്മ അറിയണമെന്നില്ല. സോ നീ ഇവിടെ എന്റെ കൂടെ കിടന്നാൽ മതി. അവൻ പറഞ്ഞതൊക്കെ ശരിയായതുകൊണ്ട് തർക്കിക്കാൻ പിന്നെ നിന്നില്ല. രാത്രി അമ്മ കഴിക്കുന്ന മരുന്നിന്റെ ഉറക്കം രാവിലെയും മാറും. ഒപ്പം തന്നെ അവനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ അവൾക്കും തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു മുന്നേ അവൻ പറഞ്ഞതും കാണിച്ചതുമൊക്കെ ഓർക്കുമ്പോൾ അവിടെ നിൽക്കാൻ വയ്യ. പക്ഷെ ഇപ്പൊ അവൻ ഇങ്ങനെ പറയുമ്പോൾ
അവൾ ഒന്നും മിണ്ടാതെ അലമാരിയിൽ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റ് എടുക്കാൻ പോകുന്ന കണ്ടതും രുദ്രന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. എന്റെ കൂടെ കിടക്കാൻ പറഞ്ഞത് പെണ്ണ് കേട്ടില്ലേ ആവോ. ആകെ തളർന്നാണ് ഇരിപ്പെങ്കിലും അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റ് നേരെ അലമാരിയുടെ അവിടെ ചെന്ന് അവളെ കയ്യിലേക്കെടുത്ത പുതപ്പ് വലിച്ചു പിടിച്ച് നിലത്തേക്കെറിഞ്ഞു. ഞെട്ടി തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കൈകളിൽ തന്നെ കോരിയെടുത്ത് കട്ടിലേക്ക് കൊണ്ടുപോയാൻ കിടത്തി. അവളുടെ ആ ഞെട്ടൽ തീരെ മുന്നേ തന്നെ അവൻ അടുത്തേക്ക് കയറി കിടന്ന് ഒരു കാല് അവൾക്ക് മുകളിലേക്ക് കയറ്റിവെച്ച് കെട്ടിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അങ്ങനെ അങ്ങ് കിടന്നു. അതുകൂടിയായതും പെണ്ണ് ശ്വാസം പോലും നിന്നു പോകുന്ന പോലെ ആയിപ്പോയി. ശ്വാസം വിടടി ഭാര്യയെ. അവന്റെ പറച്ചിൽ കേട്ടതും പെണ്ണ് അവനെ എങ്ങനെയൊക്കെ തള്ളി മാറ്റാൻ നോക്കി. രുദ്രേട്ടാ, എന്താ ഈ കാണിക്കുന്നത്? ഏട്ടന് പെട്ടെന്ന് ഇത് എന്താ പറ്റിയേ? ഇത്രയും ദിവസം തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തവന്റെ പെട്ടെന്നുള്ള ഈ പ്രവൃത്തികളൊക്കെ തന്നെ അവളെ പേടിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കുന്നതൊക്കെ നീ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അവനൊന്ന് ചിരിച്ചു. പിന്നെ പെട്ടെന്ന് എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. അതുവരെ അവളുടെ ചെവിക്കീഴിൽ കേട്ട ശബ്ദം അവിടെ നിന്നും ഉയർന്ന് അവളുടെ മുഖത്തിന് നേരെയായി. നീ എന്റെ ഭാര്യയെ എന്നൊരു വെളിപാട് എനിക്ക് കിട്ടി. അപ്പോ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഇത്രയും വയ്യാതെ പനി പിടിച്ചു കിടക്കുന്ന ഞാൻ അവളുടെ നെഞ്ചിൽ വേണ്ടേ കെട്ടിപ്പിടിച്ചു കിടക്കാൻ? ഒരു കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും അവളുടെ കഴുത്തിലേക്ക് തന്റെ മുഖം പൂഴ്ത്തി. പിന്നെയും അവൾ കുറെ നേരം കൈയും കാലുമൊക്കെ ഇട്ട് അടിച്ചെങ്കിലും അവൻ അനങ്ങിയില്ലെന്ന് മാത്രമല്ല പെണ്ണിനെ പിന്നെയും ഇറുക്കി കെട്ടിപ്പിടിച്ചു കിടന്നു. അവസാനം പെണ്ണ് അവന്റെ പിടുത്തത്തിൽ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എങ്ങനെയൊക്കെയാണ് അവൾ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് താഴേക്ക് ഇറങ്ങി ഓടിയത്. അവൻ തലേന്ന് കാണിച്ച പ്രവൃത്തികളുടെ ബാക്കിയായി അന്ന് അവന്റെ മുന്നിലേക്ക് പോകുന്നില്ലെന്നൊക്കെ കരുതിയെങ്കിലും അവന്റെ പനി പിന്നെയും കൂടി. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ ആ 2-3 ദിവസം അവൾ അവനെ നോക്കി. അപ്പോഴൊക്കെ ചെറുക്കന്റെ വാശിയും കുറുമ്പും കുസൃതിയും കൂടിയതേ ഉള്ളൂ. മനസ്സിന്റെ ഒരു പകുതി അവന്റെ പ്രണയം കാണുന്നുണ്ടായിരുന്നെങ്കിലും മറുപതി അവളെ അതിൽ നിന്നെല്ലാം തടയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെയായി. അവന്റെ പനി കുറഞ്ഞു എന്ന് തോന്നിയതിന്റെ അന്നവൾ അവനെ തേടി പോയില്ല. കുറെ നേരമായിട്ട് മുറിയിലേക്ക് അവൾ വരാഞ്ഞിട്ടാണ് രാവിലെ അവൻ താഴേക്ക് ചെല്ലുന്നത്. അമ്മയുടെ അടുത്തെത്തി അവളെ തിരക്കിയതും അവളെ അവിടെയെങ്ങും കണ്ടില്ല. പതിവില്ലാതെ ഭദ്രയെ തിരക്കി വരുന്നവനെ ഹേമ അരികിലേക്ക് അന്ന് വിളിച്ചു. അമ്മ അമ്മ മോനോടൊരു കാര്യം പറഞ്ഞാൽ മോൻ കേൾക്കുമോ? പതിവില്ലാത്ത വിധമുള്ള ആ ചോദ്യം കേട്ടതും അവൻ അമ്മയുടെ അരികിൽ വന്ന് മടിയിൽ കിടന്നു. എന്താ അമ്മേ? അമ്മയുടെ വിരലുകൾ അവന്റെ നെറുകെ മെല്ലെ തലോടാൻ തുടങ്ങി. അമ്മയ്ക്കറിയാം മോൻ ഇപ്പൊ ഭദ്രയോട് പഴയ ദേഷ്യമൊന്നുമില്ലെന്ന്. പക്ഷേ ഉള്ളിലുള്ള ഇഷ്ടം അതുപോലെ തന്നെ മോൻ അവളോട് പറയണം. പാവം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി വല്ലാത്ത സങ്കടത്തിലാണ്. കൂടുതലൊന്നും തെളിച്ചു പറഞ്ഞില്ലെങ്കിലും അമ്മ പറഞ്ഞതൊക്കെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പെണ്ണിന്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആകുന്നവരെ താൻ കാണിക്കുന്ന സ്നേഹം അവള് തെറ്റിദ്ധരിക്കും എന്ന് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായതാണ്. അമ്മ വിഷമിക്കണ്ട. ഇന്ന് തന്നെ അമ്മയുടെ മോളുടെ എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റിക്കൊടുക്കുന്നതായിരിക്കും. മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ അമ്മയെ നോക്കിയതും ഹേമയും സന്തോഷത്തോടെ ചിരിച്ചു. ഇതിനിടയിൽ അവൾ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടാണ് കാണാത്തതെന്ന് മനസ്സിലായവൻ അവളുടെ വരവും കാത്ത് ബാൽക്കണിയിൽ പോയി നിന്നു. ഇത്തിരി കഴിഞ്ഞതും വീടിന്റെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്നും പെണ്ണ് ധൃതി പിടിച്ച് ഓടി അകത്തേക്ക് പോകുന്ന കണ്ടു. ആ ധൃതി അമ്മയ്ക്ക് ആഹാരവും മരുന്നും കൊടുക്കാനുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ പെണ്ണിന്റെ കൺവെട്ടത്തേക്ക് ചെന്നില്ല. അമ്മേ, രുദ്രേന്റെ കാറില്ലല്ലോ പുറത്ത്. ഏട്ടൻ പോയോ? ആഹാരം കൊടുക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചതും അത് സർവീസിന് കൊണ്ടുപോവുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ അവിടെ ഇല്ലെന്ന് തന്നെ അവളോട് പറഞ്ഞു. അത് കേട്ടതും സമാധാനത്തോടെ പെണ്ണ് അവർക്ക് ആഹാരം കൊടുത്തിട്ട് ഡ്രസ്സ് മാറാനായി അവന്റെ മുറിയിലേക്കാണ് പോയത്. അകത്തേക്ക് കയറിയതും ഉടുത്തിരുന്ന സെറ്റ് സാരി ഊരി മടക്കി ടേബിളിൽ ഇട്ടുകൊണ്ട് പെണ്ണ് ഇട്ടുമാറാനുള്ളത് എടുക്കാൻ പോയ നേരത്താണ് പിന്നിലെ വാതിൽ ശക്തിയായി അടയുന്ന ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് ബാൽക്കണി അടച്ചിട്ട് തന്റെ നേരെ വരുന്നവനെയാണ്. വീട്ടിലില്ലെന്ന് കരുതിയവനെ മുന്നിൽ കണ്ടതിന്റെ പകപ്പിൽ അവൾ ഞെട്ടിക്കൊണ്ട് നിന്നപ്പോൾ പലപ്പോഴും പാതിയിൽ മറഞ്ഞു കണ്ട അവളുടെ സൗന്ദര്യം ആ തുടിപ്പോടെ മുന്നിൽ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു രുദ്രൻ. അവന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിടുക്കിൽ നിന്നും പാതിയിൽ വെളിവായ മാറിടത്തിലേക്ക് ചെന്നതും അത് ഒന്നുകൂടി വിടർന്നു. അത് വീണ്ടും താഴേക്ക് ചെന്ന് അവളുടെ നഗ്നമായ അണിവയറിലേക്ക് എത്തിയതും രുദ്രന്റെ കണ്ണുകളെ പിന്തുടർന്നവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു നിന്നു. ഇരു കൈകൾ കൊണ്ടും മാറെ അടക്കി പിടിച്ച്
അങ്ങനെ നിന്നവൾക്ക് വല്ലാത്ത നാണമാകുന്നുണ്ടായിരുന്നു. സാധാരണയിൽ നിന്നും കഴുത്തിറക്കമുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അവന്റെ കണ്ണുകൾ എവിടെ വരെ പോയെന്നോർത്തതും അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി. അപ്പോഴേക്കും ഒരുവൻ വന്നാ പുറത്തേക്ക് ചാഞ്ഞ് പൂർണ്ണമായും പിടിച്ചുകൊണ്ട് നഗ്നമായ ഇടുപ്പിൽ അമർത്തി പിടിച്ചു കഴിഞ്ഞിരുന്നു. ഒപ്പം ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിലൂടെയും പുറത്തിലൂടെയും ഒക്കെ ഒഴുകാൻ തുടങ്ങി. രുദ്രേട്ടാ! പെണ്ണറിയാതെ പെരുവിരൽ ഉയർന്നുപോയി. ഒറ്റ നിമിഷം കൊണ്ട് അവളെ ഉയർത്തി മുന്നിലെ ടേബിളിലേക്ക് അവൻ കയറ്റിയിരുത്തി. രുദ്രന് അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഒരു നോട്ടം കൊണ്ട് പോലും അവളുടെ സമ്മതം ചോദിക്കാതെ അവൻ അവളുടെ ചൊടികളെ കവർന്നു. പിന്നെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴും അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടുമൊക്കെ അവന്റെ ചൊടികളിൽ ഭദ്രമായിരുന്നു. ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വന്നതും ഭദ്ര അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. പെണ്ണിന്റെ വെപ്രാളമറിഞ്ഞവൻ അതിൽ നിന്നും അടർന്നു മാറി ആ മുഖത്തേക്ക് നോക്കി. അല്പം കഴിഞ്ഞതും അവളുടെ ശ്വാസം നേരെയായും തോന്നി അവൻ അവളുടെ കവിളിൽ തന്റെ വലത് കൈ ചേർത്തു. ഒപ്പം ആ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി. ഭദ്രേ, എനിക്കറിയാം ഞാൻ എന്റെ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. അതിനെല്ലാം ഈ കാല് പിടിച്ച് മാപ്പ് പറയാം എന്നല്ലാതെ മറ്റൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല. ക്ഷമിക്കാൻ കഴിയൂടി നിനക്കെന്നോട്? അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലേക്ക് വീണതും ഭദ്ര അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ രുദ്രേട്ടാ. ഭദ്ര അന്നും ഇന്നും ഈ രുദ്രേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. അവന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പെണ്ണ് പിന്നെയും പിന്നെയും ചുംബിച്ചുകൊണ്ട് കരഞ്ഞു. രുദ്രന് അവളോട് എങ്ങനെ പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ മാപ്പ് പറയണമെന്നറിയില്ലായിരുന്നു. 1000 തവണ അവൻ പിന്നെയും പിന്നെയും മാപ്പ് പറഞ്ഞു. അപ്പോഴൊക്കെയും ഭദ്ര അവനെ വീണ്ടും വീണ്ടും തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. പതിയെ പതിയെ അവന്റെ കൈകൾ അവളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അവളെ പ്രണയത്തിന്റെ പുതിയ തലങ്ങൾ കാണിക്കാൻ എന്ന പോലെ വസ്ത്രങ്ങളുടെ മറ ഇരുവരിൽ നിന്നും വേഗം നഷ്ടപ്പെട്ടു. ചുണ്ടും കൈയും മുഖവും ഒക്കെ അവളിലെ ഓരോ ഭാവങ്ങളെയും രതിപൂർണമാക്കി. വളരെ ശാന്തമായി തുടങ്ങിയ പ്രണയം രൗദ്രഭാവം പൂണ്ട് അവളിൽ ആടിത്തുടങ്ങിയതും പെണ്ണ് വല്ലാത്തൊരു വേദനയിൽ കരഞ്ഞുപോയി. പതിയെ പതിയെ അത് സീൽക്കാരങ്ങളിലേക്ക് വഴിമാറിക്കൊടുത്തതും രുദ്രന്റെ പ്രണയം അവന്റെ ഭദ്രയിൽ പൂർണ്ണമായി മാറി. അതിനൊക്കെ സാക്ഷിയാമെന്നോണം പുറത്തൊരു ചാറ്റൽ മഴ പേമാരിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരുപക്ഷെ രുദ്രന്റെ പ്രണയത്തിന്റെ രണ്ടാം അംഗം തുടങ്ങാൻ വേണ്ടി അവർക്ക് വെളിപാട് നൽകും പോലെ. അപ്പോ ഈ കഥ ഇവിടെ അവസാനിച്ചു. ഒറ്റ പാട്ടിൽ തീരുന്ന കഥയാണ്. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ഒന്ന് കൂടണേ. നന്ദി.